നാട്ടുകാരുടെ നിരന്തര ആവശ്യം പരിഗണിച്ച് കുറ്റിപ്പുറം മിനി പമ്പയിൽ ദേശീയപാതയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന മേൽപ്പാലത്തിലൂടെ ഇരുവശത്തേക്കും വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള സൌകര്യമൊരുക്കുമെന്ന് ദേശീയപാത അധികൃതർ. ഇതിന്റെ ഭാഗമായി പാലത്തിന്റെ വീതി കൂട്ടും. ഒരു വശത്തേക്ക് മാത്രം വാഹനങ്ങളെ കടത്തിവിടുന്നതിനുള്ള സംവിധാനമാണ് മിനി പമ്പ ഫ്ലൈ ഓവറിൽ ഇതുവരെ ആലോചിച്ചിരുന്നത്. ദേശീയപാതയിലൂടെ പൊന്നാനി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എടപ്പാൾ സംസ്ഥാന പാതയിലേക്ക് എത്തിച്ചേരാനായാണ് മിനി പമ്പയിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത്. തവനൂർ പഞ്ചായത്തിലെ മധുരശ്ശേരി, വെള്ളാഞ്ചേരി, കടകശ്ശേരി ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് എടപ്പാൾ റോഡിലേക്ക് എത്തിച്ചേരാനും ഈ മേൽപ്പാലം ഉപയോഗപ്പെടും. എന്നാൽ കുറ്റിപ്പുറത്ത് നിന്ന് മധുരശ്ശേരി, വെള്ളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അയങ്കലം ജംഗ്ഷനിൽ എത്തിവേണം തിരിച്ച് അതത് പ്രദേശങ്ങളിലെത്താൻ. പാലത്തിന് വീതി കൂട്ടി ഗതാഗത സൗകര്യം ഒരുക്കുന്നതോടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകും. നിലവിൽ 5.5 മീറ്റർ വീതിയുള്ള പാലം 6 മീറ്റർ വീതിയിലുള്ളതാക്കണം. മുകൾ ഭാഗത്തെ സ്ലാബുകളാണ് ഇത്തരത്തിൽ വീതി കൂട്ടുക. ഇതോടെ ഇരുവശത്തേക്കും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും. മിനി പമ്പ മേൽപ്പാലത്തിലൂടെ ഇരുവശത്തേക്കും ഗതാഗത സൗകര്യം വേണമെന്നും റെസ്ക്യൂ ഹോം മധുരശ്ശേരി റോഡ് മേൽപ്പാലം നിർമ്മിച്ച് ബന്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് തവനൂർ പഞ്ചായത്തും ജനകീയ സമിതിയും ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഒരു നിവൃത്തി പരമാവധി ഹെവിയാണ് വേണ്ടത്. ഇനി ഒരു നിവൃത്തി ഇല്ല. ഹെവി ലൈറ്റ് കാറ്റ് പോലെ അവിടെ 20 മീറ്റർ അതെ അതെ അത് പറഞ്ഞല്ലോ. അത് പറഞ്ഞുകൊണ്ടാ ഞാൻ പറഞ്ഞു. തീരുമാനിച്ചു ഇവര് പോകുന്നതിന് ശേഷം ആ തീരുമാനമില്ല. പോകുന്നതിന് ശേഷം ടെക്നിക്കലായിട്ട് കൂടിയിട്ട് ആ തീരുമാനം എടുത്തു. ഇരുപടി എന്ന് പറഞ്ഞാല് 2 വലിയ ബസ് തന്നെ അങ്ങോട്ടും പോവാം. നാട്ടുകാരുടെ ആവശ്യം കേൾക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ തയ്യാറാകണമെന്ന് കോടതി ഇടക്കാല ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. അതേസമയം 6 വരിപ്പാതയുടെ ഭാഗമായി വിച്ഛേദിക്കപ്പെട്ട റെസ്ക്യൂ ഹോം മധുരശ്ശേരി റോഡ് മേൽപ്പാലം നിർമ്മിച്ച് ബന്ധിപ്പിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പരിശോധിക്കാമെന്ന് മാത്രമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. NCV ന്യൂസ്, കുറ്റിപ്പുറം. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.